തിരുവനന്തപുരം കോർപ്പറേഷനിൽ വട്ടിയൂർക്കാവ് ലൊക്കേഷനിൽ ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയിൽ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ടുള്ള ഒരു പുതിയ ലക്ഷറി വീടാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ടോട്ടലി 6 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂം, അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയതും കൂടാതെ 4ഓളം കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് അല്ലെങ്കിൽ ചോദിക്കുന്ന വില എന്നുള്ളത് 1,75,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഇതാണ് നമ്മുടെ വീട്ടിലേക്കുള്ള ഡ്രൈവ് വേ. ഇവിടെ മൊത്തത്തിൽ ഇൻ്റർലോക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ സൈഡിലായിട്ട് നോക്കുവാണെങ്കിൽ ഒരു നാച്ചുറൽ സ്റ്റോണിൻ്റെ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഒരു 4-way ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഇവിടെയും 3 കാറോളം പാർക്ക് ചെയ്യാം. ഡ്രൈവിൽ ഒരു കാർ പാർക്ക് ചെയ്യാം. അങ്ങനെ 4 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു വീടിൻ്റെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ഒരു ബോക്സി ഡിസൈനാണ്. അതോടെ ടഫൻ ഗ്ലാസ് കൊടുത്തുള്ള ബാൽക്കണി കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ പ്രൊഫൈൽ ചാനൽ കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് തീമൊക്കെ കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൈവസി ആയിട്ടാണ് ഈ ഒരു വീട് ചെയ്തിരിക്കുന്നത്. ഒരു ഡ്രൈവ് വേ കഴിഞ്ഞ് നല്ല പ്രൈവസി കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ സിറ്റ് ഔട്ടിലെ കാഴ്ചകളിലേക്ക് വരാം. സിറ്റ് ഔട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ ആയിട്ട് പ്ലാന്റ് വയ്ക്കാൻ വേണ്ടി സ്പേസ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് സ്റ്റെപ്പ് ട്രെഡ് ഗ്രാനൈറ്റും റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത്. കൂടാതെ ഇവിടെ എല്ലാം ടൈൽ ക്ലാഡിങ് കാണാം. ഇവിടെ സിറ്റ് ഔട്ടിൽ 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ സ്വിച്ച് ബോർഡ് സ്നൈഡർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതിന് കവർ മാത്രമേ ചെയ്യാനുള്ളൂ. അതെല്ലാം ചെയ്തു തരുന്നതാണ്. ഇനി ഫ്രണ്ട് കഥകിലേക്ക് വരുവാണെങ്കിൽ കട്ടളയും കഥക് എല്ലാം തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ആയിട്ട് കൊത്തുപണിയും കാണാം. ഇനി ഫ്രണ്ട് ഡോർ ലോക്കിലേക്ക് വരാൻ ഡിജിറ്റൽ ലോക്ക് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഫേസ് അൺലോക്ക് ഉണ്ട്. അതുകൂടാതെ കീ, കാർഡ്, ഇനി അത് കൂടാതെ തന്നെ നമുക്ക് നമ്പർ ലോക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്പർ ലോക്കിലേക്ക് വരാം. ഡോർ അൺലോക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അകത്തേക്ക് വരാം. വലിയ ഡോർ ഓപ്പൺ ചെയ്ത് അകത്തേക്ക് വരുമ്പം നേരെ വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ്. ലിവിങ് ഏരിയ യൂസ് ചെയ്തിരിക്കുന്നത് 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. ഇവിടെ ഫുള്ളായിട്ട് കർട്ടൻ കൊടുത്തിരിക്കുക. 2 ഭാഗത്തും ഷിയർ കർട്ടൻ കൊടുത്തിട്ടുണ്ട്. മുകളിലും കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ മുകളിലായിട്ടും സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇനി ടി വി യൂണിറ്റ് നോക്കുവാണെങ്കിൽ വലിയ ടി വി യൂണിറ്റാണ് കൊടുത്തിരിക്കുന്നത്. പുറകിലായിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്തായിട്ട് ഗോൾഡൻ സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ലാമിനേഷൻ ചെയ്തിരിക്കുകയാണ്. താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുകയാണ്. ഇവിടെ മൊത്തത്തിൽ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗ്ലാസ് പാർട്ടീഷൻ കാണാം. ഇവിടെയും സ്റ്റോറേജ് സ്പേസ് ആണ്. ഇവിടെ ആയിട്ട് നമുക്ക് കൺസീൽഡ് ആയിട്ടുള്ള സ്വിച്ച് ബോർഡ് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഡ്രോയർ നോക്കുവാണെങ്കിൽ പോലും എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. താഴത്തെ പോലും മൊത്തത്തിൽ സോഫ്റ്റ് ക്ലോസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് നേരെ ഇനി ഡൈനിങ് ഏരിയയിലെ കാഴ്ചകളിലേക്ക് പോകും. നേരെ വരുന്നത് ഡൈനിങ് ഏരിയയിലേക്കാണ്. ഇവിടെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. എപ്പോക്സി ചെയ്തിട്ടുണ്ട്. മുകളിലായിട്ട് പോയിന്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡൈനിങ് ഏരിയയിലല്ല വാഷിംഗ് കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ഒരു പ്രൈവസി ആയിട്ടുള്ള ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്താണ് ഒരു വാഷിംഗ് യൂണിറ്റ് വരുന്നത്. ഇവിടെ നോക്കുവാണെങ്കിൽ എല്ലാം ടച്ച് ചെയ്തുകൊണ്ട് കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന മിററാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ കോളറിൻ്റെ ഫിറ്റിങ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാഷ് ബേസിനാണെങ്കിലും ടാപ്പാണെങ്കിലും കോളർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ ഹോട്ട് വാട്ടറും കോൾഡ് വാട്ടറും തണുത്ത വെള്ളം ചൂടുവെള്ളം പ്രത്യേകിച്ച് യൂസ് ചെയ്യാനുള്ള ഡൈവർട്ടറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം WPC പാനലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്തിരിക്കുന്നത് കൊറിയൻ ടോപ്പ് തന്നെയാണ്. ഇവിടെ താഴെയായിട്ട് ബേസ് ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ DBയിലെ കാഴ്ചകളിലേക്ക് പോകും. DB നോക്കുവാണെങ്കിൽ ഇവിടെ 3 ഫേസ് കണക്ഷനാണ്. അകമയെല്ലാം സ്നൈഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള സ്പേസ് പ്രത്യേകിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം. കിച്ചണിലേക്ക് വരുമ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊറിയൻ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. താഴെയായിട്ട് ഒരു സൈഡ് ഭാഗത്തായിട്ട് WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് ഗോൾഡൻ സ്ട്രിപ്പും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ കിച്ചണിലെ കാഴ്ചയിലേക്ക് വരാം. കിച്ചൺ നോക്കുവാണെങ്കിൽ ഫുള്ളി ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമേ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കിച്ചൺ കബോർഡ് മൊത്തം നോക്കുവാണെങ്കിൽ കൗണ്ടർ ടോപ്പ് കൊറിയൻ ടോപ്പ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സോളിഡ് സർഫസ് എന്ന് പറയും. മൊത്തത്തിൽ ഈ ഒരു സിങ്ക് നോക്കുവാണെങ്കിൽ പോലും ഈ കൊറിയൻ ടോപ്പാണ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ബെൻഡ് ചെയ്ത് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് സിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് കോളർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മുകളിലായിട്ട് ഇവിടെ ആയിട്ട് ഒരു പ്രോ ലിഫ്റ്റ് ആയിട്ടുള്ള കബോർഡാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വിൻഡോ കണക്ക് കാണാം. അതുപോലെ ഇവിടെ നോക്കുവാണെങ്കിൽ ഫുൾ യൂണിറ്റ് കൊടുത്തിരിക്കുകയാണ്. സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതെല്ലാം ഹെറ്റിച്ച് എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതെല്ലാം സോഫ്റ്റ് ക്ലോസുമാണ്. നമ്മൾ എത്ര സ്പീഡിന് അടച്ചാലും അവിടെ പോയിട്ട് സോഫ്റ്റ് ആയിക്കൊള്ളും. അങ്ങനെയുള്ള 4 ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വരുവാണെങ്കിൽ ഇവിടെ ആയിട്ട് സ്റ്റോറേജ് സ്പേസ് കാണാം. ഇതിനകത്തായിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ആയിട്ടെല്ലാം ഒരു സ്റ്റോറേജ് സ്പേസ് എല്ലാം സോഫ്റ്റ് ക്ലോസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അടയ്ക്കുവാണെങ്കിൽ സോഫ്റ്റ് ആയിട്ട് അതെല്ലാം ക്ലോസ് ആവുന്നത്. ഇവിടെ ആയിട്ട് സോസറി കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇവിടെ ആയിട്ട് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കബോർഡ് ഒരുപാട് കൊടുത്തിരിക്കുകയാണ്. എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാം സോഫ്റ്റ് ക്ലോസ് ആണ്. ഇവിടെ ആയിട്ട് സ്പീഡ് അടയ്ക്കുവാണെങ്കിൽ അവിടെ നിന്ന് സ്ലോ ആയിട്ടാണ് അത് ക്ലോസ് ആവുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇനി നമുക്ക് നേരെ
ഇവിടുത്തെ ഹുഡിലേക്ക് വരാം. ഫേബർ എന്ന ബ്രാൻഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇത് കൂടാതെ ഒരു വർക്ക് ഏരിയ ഉണ്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. വർക്ക് ഏരിയ നോക്കുവാണെങ്കിൽ മൊത്തത്തിൽ UPVC വിൻഡോ കൊടുത്തിരിക്കുകയാണ്. അതുകൂടാതെ തന്നെ കൗണ്ടർ ടോപ്പ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കൊറിയൻ ടോപ്പ് തന്നെയാണ്. സിങ്കോ കാണാം, അതെല്ലാം ജാഗോർ എന്ന ബ്രാൻഡാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് ഡോർ നോക്കുവാണെങ്കിൽ അതുപോലും തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ ബേസ് ക്യാബിനറ്റ് എല്ലാം കൊടുത്തിരിക്കുന്ന മറൈൻ പ്ലൈ തന്നെയാണ്. ഇത് കൂടാതെ തന്നെ അപ്പർ ക്യാബിനറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ആയിട്ട് ഡിഷ് വാഷർ അല്ലെങ്കിൽ വാഷിംഗ് മെഷീൻ യൂസ് ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ ഒരു ഫോയർ എന്ന റൂമിലേക്ക് വരുന്ന 2 റൂമുകളുള്ളത് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് വരാം. ഈ ഒരു ബെഡ്റൂം നോക്കുവാണെങ്കിൽ നല്ല സ്പേസ് ഉള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. എപ്പോക്സി കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തും കർട്ടൻ കാണാം. 2 ഭാഗത്തും UPVC വിൻഡോ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ആയിട്ട് വലിയൊരു വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അത് സ്ലൈഡിംഗ് ആണ്. അത് സോഫ്റ്റ് ക്ലോസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സൈഡിലേക്ക് പോണി ഫുള്ളി സോഫ്റ്റ് ക്ലോസ് ആണ്. ഈ ഭാഗത്ത് അങ്ങനെ ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് ഹാങ്ങിങ് റോഡ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് സ്പേസ് കാണാം. അതിൻ്റെ അടിയിലെല്ലാം യൂസ് ചെയ്തിരിക്കുന്നതെല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഇനി നമുക്ക് നേരെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂമിലേക്ക് വരുമ്പോൾ ഫ്രണ്ട് ഡോർ തന്നെ സെയിൻ ഗോബൈൻ്റെ ടഫൻ ഗ്ലാസ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ അകത്തേക്ക് വരാം. ഇപ്പോൾ ഒരു ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ വരുന്ന ഡ്രൈ ഏരിയയിലേക്കാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് ആണ്. വോൾ മൗണ്ടഡ് ക്ലോസറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ്. ഇവിടെ യൂസ് ചെയ്ത് ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഹാൻഡ് ഷവർ കൊടുത്തിട്ടുണ്ട്, വലിയ ഷവർ കൊടുത്തിട്ടുണ്ട്, മൊത്തത്തിൽ ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെയും വാഷ് ബേസിൻ യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇനി രണ്ടാമത്തെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൻ്റെയും ഡോർ നോക്കുകയാണെങ്കിൽ എല്ലാം ബ്രാൻഡഡ് ഡോറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വാറണ്ടി ഉള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയും വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാർഡ്രോബ് നോക്കുകയാണെങ്കിൽ ഇതിൽ കൂടുതൽ ലാമിനേഷൻ പോലും ഗ്ലാസ് ലാമിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. അകത്തെല്ലാം നല്ല സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂമിലേക്ക് വരാം. വാഷ്റൂം അതുപോലെ തന്നെയാണ് സെയിൻ ഗോബൈൻ്റെ ടഫൺ ഗ്ലാസ് ഡോറാണ് കൊടുത്തിരിക്കുന്നത്. അകത്തേക്ക് വരുമ്പോൾ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ തന്നെയാണ്. എല്ലാം കൺസീൽഡ് ആണ്. വോൾ മൗണ്ടഡ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് അതുപോലെ തന്നെയാണ് മൊത്തത്തിലും ജാഗ്വാർ തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് സ്വിച്ച് ബോർഡ് യൂസ് ചെയ്യുന്നു, ട്രിമ്മറോ അങ്ങനെയൊക്കെ എന്തെങ്കിലും യൂസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ UPVC വിൻഡോ കൊടുത്തിരിക്കുന്ന മുകളിലായിട്ട് എക്സോസ്റ്റ് ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. ഇനി ബാക്കി 2 ബെഡ്റൂമുകൾ വരുന്നത് മുകളിലാണ്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകാം. മുകളിലേക്ക് വരുമ്പം ഈ ഒരു സ്റ്റെപ്പിൻ്റെ ട്രെഡ് തേക്കും അതുകൂടാതെ റൈസർ ടൈലോ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് പോകും. മുകളിലേക്ക് പോകുമ്പോൾ ഈ ഒരു ലാൻഡിങ് ഏരിയ വരുന്ന സ്ഥലത്തും തേക്ക് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് നേരെ മുകളിലേക്ക് പോയി ഇവിടെ ആയിട്ട് UPVC വിൻഡോ കൊടുത്തിരിക്കുന്നത്. കർട്ടൻ കൊടുത്തിട്ടുണ്ട്. ആ ഭാഗത്ത് അതുപോലെ തന്നെയാണ് UPVC വിൻഡോനെ കൊടുത്തിരിക്കുന്നത്. നേരെ വരുന്ന അപ്പർ ലോഞ്ചിലേക്കാണ്. ഒരു വലിയ അപ്പർ ലോഞ്ചാണ്. അവിടെ ആയിട്ട് TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. കൂടാതെ സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. വലിയൊരു ബാൽക്കണിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു TV യൂണിറ്റ് നോക്കുകയാണെങ്കിൽ വലിയ TV യൂണിറ്റാണ്. ഒരു ലാമിനേഷൻ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ WPC പാനൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ആയിട്ട് ഗോൾഡൻ സ്ട്രിപ്പുകളും കൊടുത്തിട്ടുണ്ട്. ഇനി UPVC വിൻഡോ നോക്കുകയാണെങ്കിൽ എല്ലാം വാറണ്ടി ഉള്ളതാണ്. ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു സേഫ്റ്റി ഗ്രില്ലും കൊടുത്തിട്ടുണ്ട്. എല്ലാ ഭാഗങ്ങളിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വലിയൊരു ബാൽക്കണിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ബാൽക്കണിയിലേക്ക് വരാം. വിശാലമായി കിടക്കുന്ന ബാൽക്കണിയാണ്. നമ്മൾ ഇങ്ങനെ പോയി കറങ്ങി വരുന്ന ബാൽക്കണിയാണ്. ഇവിടെ എല്ലാം സെയിൻ ഗോബൈൻ്റെ ടഫൺ ഗ്ലാസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് പാർട്ടീഷനായിട്ട് ഇതെല്ലാം ഒരു സ്റ്റൈൻലെസ് സ്റ്റീലല്ല, ഒരു മാറ്റ് സ്റ്റീലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ വരെ നീണ്ടു നിൽക്കുന്ന വലിയൊരു ബാൽക്കണിയാണ്. മുകളിലായിട്ട് കോബ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. സൈഡിലായിട്ട് പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഒരു ബ്ലാക്ക് തീമിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് കൂടാതെ തന്നെ ഒരു ഗസീബോ പോലെ സ്പേസ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഈ ഒരു സ്പേസിലേക്ക് ഗസീബോ വരുന്നത് ഇവിടെ ആയിട്ട് ടൈൽ ക്ലാഡിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ മുകളിലായിട്ട് CNC കട്ടിങ് കൊടുത്തുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. ബട്ടർഫ്ലൈയുടെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലായിട്ട് പോളി കാർബൺ ഷീറ്റും ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് നേരെ ഇവിടെ ആയിട്ട് നോക്കുകയാണെങ്കിൽ മൊത്തത്തിൽ ഗ്രില്ല് കൊടുത്തിരിക്കുകയാണ്. ഒരു എല്ലാം GI ട്യൂബിലുള്ള പർഗോളായി കൊടുത്തിരിക്കുന്നത്. എൻ്റെ ഈ വലത് ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാൻ വേണ്ടി പ്രത്യേക സ്പേസും കൊടുത്തിട്ടുണ്ട്. താഴെ സ്പേസ് ഉണ്ട്. കൂടാതെ ഇവിടെയും വെക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ റൂമിലെ കാഴ്ചകളിലേക്ക് പോകും. ഈ റൂം നോക്കുകയാണെങ്കിലും നല്ല സ്പേസുള്ള റൂം തന്നെയാണ്. ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന 160/80 സൈസുള്ള വെട്രിഫൈഡ് ടൈലാണ്. വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ആയിട്ടുള്ള വാർഡ്രോബ് കൊടുത്തിരിക്കുന്നത്. എല്ലാം സോഫ്റ്റ് ക്ലോസ് തന്നെയാണ്. ഈ സീലിംഗിലായിട്ട് സിമ്പിൾ ആയിട്ടുള്ള സർഫസ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ പ്രൊഫൈൽ ചാനലും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാഷ്റൂം എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഈ ഒരു വാഷ്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെയും ടഫൺ ഗ്ലാസ് തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. സെയിൻ ഗൊബൈഡ് എന്ന ബ്രാൻഡ് തന്നെയാണ്. അതുകൂടാതെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ച് കൊടുത്തിരിക്കുന്നത്. എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കൺസീൽഡ് ആയിട്ടുള്ള ഫ്ലഷ് ടാങ്ക് തന്നെയാണ്. ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് തന്നെയാണ്. ഇവിടെ അതുപോലെ തന്നെയാണ്. മൊത്തത്തിൽ ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് നേരെ ഇവിടുത്തെ ലാസ്റ്റ് ബെഡ്റൂമിലേക്ക് പോകും. ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. ഈ ഒരു ബെഡ്റൂം നോക്കുകയാണെങ്കിൽ സ്പേസുള്ള ബെഡ്റൂം തന്നെയാണ്. ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം അതിൻ്റെ ഒരു ലാമിനേഷൻ യൂസ് ചെയ്തിരിക്കുന്ന എല്ലാം ടഫൺ ഗ്ലാസ് ആണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ ഇവിടുത്തെ വാഷ്റൂം എങ്ങനെ നോക്കാം. വാഷ്റൂമിലേക്ക് വരുമ്പോഴും സെയിം ഗോബൈഡ് എന്ന ബ്രാൻഡ് തന്നെയാണ് ഇവിടുത്തെ ഗ്ലാസ് പാർട്ടീഷൻ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും ജാഗ്വാറിൻ്റെ ഫിറ്റിംഗ്സ് മാത്രമാണ് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കണ്ട എല്ലാ ബെഡ്റൂമുകളിലും ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്.
ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ ഫിറ്റിംഗ്സ് എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് ജാഗ്വാർ എന്ന ബ്രാൻഡാണ്. ഈ വാഷ്റൂം മാത്രമല്ല, ഈ വീട്ടിലെ എല്ലാ വാഷ്റൂമുകളും നല്ല സ്പേസ് ഉള്ള വാഷ്റൂമാണ്. അതുകൂടാതെ ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ പ്രത്യേകിച്ചാണ് കൊടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ മെറ്റീരിയൽസ് എല്ലാം നോക്കുവാണെങ്കിൽ ബ്രാൻഡഡ് മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രാൻഡഡ് മെറ്റീരിയൽ മാത്രമാണ് മൊത്തത്തിൽ നോക്കണം. UPVC വിൻഡോ ആണെങ്കിലും ടഫൻ ഗ്ലാസ്സുകളാണെങ്കിലും എല്ലാം ബ്രാൻഡായി യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ഈ ഒരു റെസിഡൻഷ്യൽ ഗേറ്റഡ് കമ്മ്യൂണിറ്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈലി സെക്യൂർഡ് ആണ്, സെക്യൂരിറ്റി ഉണ്ട്. കൂടാതെ തന്നെ ലക്ഷറി വീടുകൾ മാത്രം അടങ്ങുന്ന ഒരു വില്ല കമ്മ്യൂണിറ്റിയാണ്. ഇവിടെ ഈസ്റ്റ് ഫേസിങ്ങിലാണ് ഈ വീട് വരുന്നത്. അതും 6 സെൻറ്റിൽ 2400 സ്ക്വയർ ഫീറ്റിൽ താഴെ 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമും, അങ്ങനെ 4 ബെഡ്റൂമോട് കൂടിയ ഈ ലക്ഷറി വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ് ഉള്ളത് 1,75,00,000 രൂപയാണ്. പ്രൈസ് നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കണമെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഞാൻ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്.